നിങ്ങളെല്ലാവരും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെക്കാറുണ്ടല്ലേ. അതിനാണല്ലോ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ളത് ലേസിനെസ് ആണെന്നാണ്. പക്ഷേ അതല്ല. പ്രൊക്കാസ്റ്റിനേഷൻ ഒരിക്കലും മടിയല്ല. അതൊരു ഹാബിറ്റാണ്, ഒരു ബാഡ് ഹാബിറ്റാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോണ്ടന്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനൊക്കെ. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയും എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ഒരു റീസൺ അല്ല, മടി കൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ എനിക്ക് അതിന് ടൈം എടുത്ത് എന്നെ റീചാർജ് ചെയ്യണം. ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് വർക്കാന്ന് പറഞ്ഞാലും ഞാൻ ആ സമയം ചെയ്യത്തില്ല. അതാണ് എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നതും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതും അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ എടുക്കുക എന്നുള്ളത്. അതുപോലെ ഞാൻ നേരെ ചൊവ്വേ ചെയ്യുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആക്കും അല്ലേ. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മടിയല്ല ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പം നിങ്ങളെല്ലാം വിചാരിക്കും എനിക്ക് ലൈഫിലൊരു പ്രശ്നം ഇല്ലെങ്കിലും ഞാനെല്ലാം മാറ്റി മാറ്റി വെക്കാറുണ്ടല്ലോ, എനിക്ക് എന്താ പറയുക ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഫാക്ടർ അത് എക്സ്റ്റേണലി കാണണമെന്നില്ല, വിസിബിളായിട്ട് കാണുന്ന സ്ട്രെസ് ആയിരിക്കണമെന്നില്ല. സപ്പോസ് നമുക്ക് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അത് ഹീൽഡ് ആയിട്ടില്ല, പ്രോപ്പർലി ഹീൽഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അതിപ്പം പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്ത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ്, കരിയർ ബേസിസ് എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം സ്ട്രെസ്സാണല്ലേ. ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഭയങ്കരമായിട്ട് പ്രഷറായിട്ടിരിക്കുകയാണ്, ഭയങ്കര സ്ട്രെസ്സാണ് ജോലിക്ക് പോകുമ്പോൾ. ആ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ നേരെ വീട്ടിൽ വരുമ്പോൾ റൂം മുഴുവൻ മെസ്സിയായിട്ട് കിടക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ റൂം ക്ലീൻ ചെയ്യുമോ? അത് ഭയങ്കര മെസ്സായിട്ട് കിടക്കും, നിങ്ങൾ മടുത്ത് തൊലഞ്ഞ് പ്രാന്ത് പിടിച്ചാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ റൂം ക്ലീൻ ആക്കുമോ? അതേസമയം നിങ്ങൾ ഫുഡൊക്കെ എടുത്ത് വന്ന് ഫോൺ ഇരുന്ന് തോണ്ടുപോകും. ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കാണും അല്ലേ. സോ അതാണ് ഇതിനകത്ത് മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നെങ്കിൽ അത് പുറമേ വിസിബിൾ അല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സഫർ ചെയ്യാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, നെർവസ് സിസ്റ്റം ഓവർലോഡഡ് ആണെങ്കിൽ നമ്മൾ സർവൈവൽ മോഡിലാണ്, നമ്മുടെ ബ്രെയിൻ സർവൈവൽ മോഡിലാണ്. ആ ടൈമിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ എന്തൊക്കെ വേണം അതേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. അല്ലാണ്ട് സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്യത്തില്ല. നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇപ്പം പട്ടിണി കിടക്കുന്ന ഒരാളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് കുറേ സ്വർണം കൊടുത്തിട്ട് കാര്യമില്ല. അതേസമയം അവർക്ക് ഫുഡാണ് വേണ്ടതല്ലേ, അവർക്ക് വിശപ്പാണുള്ളത്. അപ്പോൾ വിശപ്പാണ് ആദ്യം മാറ്റേണ്ടത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വർണവും ഷോപ്പിങ്ങും ഒക്കെ. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹാർഡായിട്ടുള്ള ടാസ്കുകൾ മാറ്റി മാറ്റി വയ്ക്കുകയും എളുപ്പമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് സെലക്ട് ചെയ്യുള്ളൂ. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി വെക്കും. മാറ്റി വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഫീലിംഗ് ബിഹൈൻഡ് എന്ന് പറഞ്ഞൊരു ഇതില്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. എന്താ പറയുക, നമ്മൾ പുറകിലായി പോയല്ലോ, നമ്മൾ ഒന്നും അല്ലാണ്ടായല്ലോ, നമ്മൾ എല്ലാവരും മുമ്പിൽ കയറിപ്പോയി, നമ്മൾ ബാക്കിലായല്ലോ എന്നൊരു ഫീൽ നമുക്ക് തോന്നുകയും നമ്മൾ വീണ്ടും സ്ട്രെസ് ആവുകയാണ് അല്ലേ. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ലേ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഗിൽട്ട് അടിച്ച് വീണ്ടും നമ്മൾ സ്ട്രെസ് ആവും. ആ സ്ട്രെസ്സ് വീണ്ടും എന്താവും, ആ സ്ട്രെസ്സ് കാരണം വീണ്ടും നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും, വീണ്ടും നമ്മൾ സ്ട്രെസ് ആവും, പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. ഇതിങ്ങനെ ഒരു ലൂപ്പ് അടിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവെയറായിട്ട് അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നതിന് പകരം നമ്മളിത് മടിയാന്ന് വെച്ചിട്ട് ഇങ്ങനെ ലൂപ്പ് അടിച്ച് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പല ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, നമ്മുടെ മുമ്പിൽ നമ്മൾ പല ആൾക്കാരെയും മടിയന്മാരായിട്ട് കാണാറുണ്ട് അല്ലേ. ഭയങ്കര മടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല ആൾക്കാരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ. നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് എന്തൊരു മടിയനാടാ, നീ എന്തോ ഒന്നും ചെയ്യാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു പൈസയ്ക്ക് ഉപകാരമില്ല, വെറുതെ കുത്തിയിരിക്കുക നിങ്ങൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ കളിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവരിത് ജോക്കായിട്ട് എടുക്കും. പോടാ അവിടെ എന്ന് പറഞ്ഞാൽ അവരിത് ജോക്കായിട്ട് എടുക്കും. മടിയാന്ന് വിളിച്ച പച്ചയ്ക്ക് അവരുടെ മുഖത്ത് നോക്കി നീ മടിയാനാന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു കൂസലും ഇല്ല. കാരണം എന്താ, ഇവരിതിങ്ങനെ ലൂപ്പടിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവർ വിചാരിച്ചാൽ പോലും ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവർ എത്ര കളിയാക്കിയാലും മടിയാന്ന് വിളിച്ചാലും ചില ആൾക്കാർ ഞാൻ മടിയനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് എന്താണെന്നുള്ളത്, ഇതിൻ്റെ റിയൽ റീസൺ എന്താണെന്നുള്ളത് പഠിക്കാത്തടത്തോളം കാലം ഇതൊരു മടിയാണെന്നും വിചാരിച്ച് പല ആൾക്കാരും അതെ ഞാൻ മടിയനാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ജീവിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ എല്ലാം കുറ്റബോധം വരാൻ പോകുന്നു. അപ്പോഴും വീണ്ടും ലൂപ്പടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലുണ്ട്, ഇതാണ് ഇതിൻ്റെ റിയൽ റീസൺ. സ്ട്രെസ്സാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൻ്റെ. ഇനി നമുക്ക് എങ്ങനെ ഈ ലൂപ്പിൽ നിന്നും ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഫൊർഗീവ് യുവർ സെൽഫ്. സിമ്പിളാണല്ലേ. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ ഈ പല ആൾക്കാരും ഉണ്ട്, ഇത്രയും കാലം ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് വെറുതെ സമയം കളഞ്ഞല്ലോ, എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഞാനെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കളഞ്ഞല്ലോ,
ഇത്രയും സമയം വേസ്റ്റായി, ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ നിലയിലെത്തിയേനെ. ഇങ്ങനെ കുറേ കുറ്റബോധം ഉണ്ടാവില്ലേ? എനിക്കുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേഷൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം എന്നിലുണ്ടായിരുന്നു. പക്ഷേ ആ കുറ്റബോധം കൊണ്ട് എനിക്കൊന്നും മാറ്റം വന്നിട്ടില്ല. കുറ്റബോധം കൊണ്ട് വീണ്ടും ഞാൻ ലൂപ്പടിച്ച് ഇങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്യുന്നല്ലാണ്ട് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് പോയത് പോട്ടെ, ഇന്ന് തൊട്ട് ഞാൻ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ഇനി ഞാൻ എന്തെടുക്കും എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറ്റബോധം ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും സ്ട്രെസ് ആവുകയും അത് വീണ്ടും നമ്മൾ പ്രൊക്കാസിനേഷനിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. അതൊരു ലൂപ്പാണല്ലോ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൊർഗീവ് ചെയ്യണം. ഇത്രയും കാലം നിങ്ങൾ പ്രൊക്കാസിനേറ്റ് ചെയ്ത് കുറേ ടൈം കളഞ്ഞു, പക്ഷേ സാരമില്ല, അത് പോട്ടെ, പോയത് പോട്ടെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിലാണ് കാര്യം. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഐഡൻറ്റിഫൈ വാട്ട് യു ആർ സ്ട്രെസ്ഡ് അബൌട്ട്. നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെസ്സാണ് പ്രൊക്കാസിനേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന്. അപ്പോൾ സ്ട്രെസ് എന്താണെന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യമേ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ എന്താ ഇപ്പോൾ നമ്മളെ അലട്ടുന്ന പ്രശ്നം, അത് ആദ്യമേ കണ്ടുപിടിക്കുക. അതറിയാണ്ട് നമ്മൾ മുമ്പോട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബിക്കോസ് നമുക്ക് വീണ്ടും വീണ്ടും സ്ട്രെസ് വരും, നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ സ്ട്രെസ് എന്താണ്, നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ബിട്രേ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ വഴക്കിലാണോ. ഇത് സിമ്പിൾ റീസൺസ് ആയിരിക്കാം, പക്ഷേ ഈ ഒരു റീസൺ മാത്രം മതി നമുക്ക് സ്ട്രെസ് ആവാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കാനും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുട്ടി ഇത് ചെറിയ സ്ട്രെസ്സുകളാണല്ലേ, വലിയത് എന്തും ആവട്ടെ, അതിൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇപ്പം നിങ്ങളുടെ ബോയ് ഫ്രണ്ടായിട്ട് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം കുറേ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. അപ്പം എന്താണ് നിങ്ങൾക്ക് അറ്റ് ടൈം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം തന്നെ അത് സോൾവ് ചെയ്ത് വിടുക. അപ്പം തന്നെ നിങ്ങളുടെ പകുതി സ്ട്രെസ്സും കുറയും, നിങ്ങൾ വീണ്ടും എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകും. ആൻഡ് ഇതിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വന്നിട്ട് 5 സെക്കൻഡ് റൂൾ. 5 സെക്കൻഡ് റൂളിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. 5 4 3 2 1 കൗണ്ട് ചെയ്യുക, പോയി ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഡേയിലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊക്കാസിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് 1 എത്തിക്കഴിയുമ്പോഴത്തേനെ ഗെറ്റ് അപ്പ് ആൻഡ് ഡു ഇറ്റ്. അത്രേ ഉള്ളൂ ഈ ഒരു 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. നിങ്ങളെല്ലാവരും പല വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം എനിക്ക് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും, അയ്യോ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തില്ലല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് തോന്നുമ്പോഴേ ഞാൻ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്യാണ്. സ്ക്രോളിങ്ങിൽ നിന്ന് നമുക്ക് ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലേ. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ കൗണ്ട് ചെയ്യും, 5 4 3 2 1 ഞാൻ ഫോൺ ഓഫ് ചെയ്യും, പോയി ചെയ്യും. ഭയങ്കര എഫക്റ്റീവാണ്. ഈ കേൾക്കുമ്പോൾ കേൾക്കുന്നത് പോലെ അല്ല, ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഈ ഒരു 5 സെക്കൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ഇന്ന് ഇത്രയും കാലം നിങ്ങൾ പ്രൊക്കാസിനേറ്റ് ചെയ്ത എന്തെങ്കിലും ടാസ്ക് ആക്ടിവിറ്റീസ് നിങ്ങൾ മാറ്റി ഇത്രയും കാലമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് തീർക്കാനുള്ളത് എന്താവട്ടെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ, അയ്യോ ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു. അത് പിക്ക് ചെയ്തിട്ട് ചെയ്യുക. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. എന്നിട്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രൊക്കാസിനേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്താ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊന്നും എഴുതേണ്ട, ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് എഴുതുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ആരും ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ കൊണ്ട് വെറുതെ ഒരു സാധനം കണ്ടു വിട്ടു എന്നല്ലാണ്ട് എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം എൻ്റെ ഓഡിയൻസ്, ഇത് കാണുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യണം. അതിനാട്ടോ ഞാനിങ്ങനെ ടാസ്ക് തരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.